بسم الله الرحمن الرحيم. ولقد خلقنا السماوات والأرض وما بينهما في 6 أيام وما مسنا من لغوب فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب ومن الليل فسبحه وأدبار السجود. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1823 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാഫിലെ 38 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖലഖ്നസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം വമാ മസ്സനാ മിൻ ലൂബ് ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് بحمد ربك قبل طلوع الشمس وقبل الغروب ومن الليل فسبحه وأدبار السجود. صدق الله العلي العظيم. സൂറത്തു ഖാഫിലെ 38 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ സത്യനിഷേധികളായി തുടരുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന, അവർ സ്വീകരിച്ചുകൊണ്ടിരുന്ന നിലപാട് അതിനെ എത്ര ബുദ്ധിശൂന്യമാണ് എന്നത് തുറന്നു കാണിച്ചുകൊണ്ട് ഒരു ആശയവിനിമയം തന്നെ നടത്തിയതിനെ തുടർന്ന് അവർക്കൊരു താക്കീതും മുന്നറിയിപ്പും ഒക്കെ ആയി ഭവിക്കട്ടെ എന്ന നിലക്ക് അല്ലാഹു പൂർവിക സമൂഹങ്ങളിൽപ്പെട്ട പലതിനെയും അത്തരം നിലപാടുകൾ സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് ആ വിധത്തില് ധിക്കാര മനസ്ഥിതിയോടുകൂടി നിലക്കൊണ്ടതിന്റെ പേരിൽ അല്ലാഹു നശിപ്പിച്ച കാര്യം പരാമർശിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട്. എത്രയോ തലമുറകളെ ഇവരെക്കാളേറെ ശക്തിയും കരുത്തും ഒക്കെ ഉണ്ടായിരുന്നവരെ നാട്ടില് വലിയ ശക്തിയും കരുത്തും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള വിഹരിക്കലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന എത്രയോ സമൂഹങ്ങളെ നാം നേരത്തെ നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അവർക്ക് ആർക്കും തന്നെ ഒരു രക്ഷാസങ്കേതം കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തില് അതിന്റെ തുടക്കത്തിൽ പറയുകയുണ്ടായത്. തീർച്ചയായിട്ടും ആ സംഭവങ്ങളിലും അത്തരം ചരിത്ര ഭാഗങ്ങളിലുമൊക്കെ ആലോചനാശേഷിയുള്ള കാര്യങ്ങളെ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതമുള്ള ആളുകൾക്ക് വലിയ പാഠം അടങ്ങിയിട്ടുണ്ട്. അവർക്ക് വലിയ ഓർമ്മപ്പെടുത്തലും ഉത്ബോധനവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യമാണ് തുടർന്ന് അവിടെ പറയുകയുണ്ടായത്. അതിനുശേഷമാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകൾ വരുന്നത്. വലഖദ് ഖലഖ്നസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം. ചരിത്രത്തിലെ പിന്നിട്ട ഘട്ടങ്ങളിൽ വലിയ കരുത്തും ശക്തിയും ഒക്കെ കാണിച്ചിരുന്ന സമൂഹങ്ങൾ അല്ലാഹു കൈകാര്യം ചെയ്തത് ഇവരെ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് അല്ലാഹു പറയുന്നത്, ഈ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് നാമാണ്.
ആകാശത്തെയും ഭൂമിയെയും മാത്രമല്ല അവയ്ക്കിടയിലുള്ള സകലതിനെയും. അത് കേവലം 6 നാളുകളിലായിട്ട് നാം സൃഷ്ടിച്ചു. വമാ മസ്സനാ മിൻ ലുഗൂബ്. നമ്മെ യാതൊരു വിധത്തിലുള്ള ക്ഷീണവും അത് കാരണമായിട്ട് പിടികൂടുകയുണ്ടായില്ല. അതുകൊണ്ടൊന്നും നാം ക്ഷീണിച്ചു പോയില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇവർ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായി നടപ്പിലാക്കാൻ കഴിയുന്ന സംഗതി മാത്രമാണ് എന്നത് ബോധ്യപ്പെടുത്താനാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. തന്റെ പക്കൽ നിന്ന് മനുഷ്യരാശിയിലേക്കായിട്ട്, മനുഷ്യ സമൂഹത്തിനായിട്ട് അവരുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ദൂതനായി നിശ്ചയിച്ചയക്കുക എന്നതും, എല്ലാവരുടെയും മരണശേഷം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് അവരെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നതും, അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്ക് ഹാജരാക്കുക എന്നതും ഒക്കെ അസംഭവ്യമാണ്, സാധിക്കുന്ന കാര്യമല്ല എന്നൊക്കെയുള്ള ഒരു നിലപാടാണല്ലോ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമേ അല്ല. 6 ഘട്ടങ്ങളിലായി, 6 നാളുകളിലായി ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ള സകലതിനെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. എന്നിട്ട് അവൻ ക്ഷീണിച്ചൊന്നും പോയിട്ടില്ല. അവനെ ക്ഷീണമോ അല്ലെങ്കിൽ ആലസ്യമോ പിടികൂടുകയുണ്ടായിട്ടില്ല അതിന്റെ ഫലമായിട്ട്. ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇവര് സങ്കല്പിക്കുന്ന വിധത്തില് ഇങ്ങനെ ഒരു സംഗതി, ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരു സംഗതി യാഥാർത്ഥ്യമാക്കുക ഒരിക്കലും തന്നെ പ്രയാസകരമല്ല എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. വലഖദ് ഖലഖ്ന അസ്സമാവാതി വൽ അർള വമാ ബൈനഹുമ. ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും ഒക്കെ ഫീ സിത്തത്തി അയ്യാം, 6 നാളുകളിലായിട്ടാണ് നാം സൃഷ്ടിക്കുകയുണ്ടായത് എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്ന വമാ മസ്സനാ മിൻ ലുഗൂബ്, നമ്മെ ഒരു ക്ഷീണവും അത് കാരണമായിട്ട് ഒരു ക്ഷീണവും സ്പർശിക്കുകയുണ്ടായില്ല എന്ന്. വമാ മസ്സന, മസ്സന എന്ന് പറഞ്ഞാൽ നമ്മെ തൊട്ടില്ല, സ്പർശിച്ചില്ല. മിൻ ലുഗൂബ്, യാതൊരു നിലക്കുമുള്ള ക്ഷീണം. ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ള സംഗതികളെയും സൃഷ്ടിച്ചു എന്നത് കാരണമായി നാം ക്ഷീണിച്ചു പോയിട്ടില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൽപ്പന പുറപ്പെടുവിക്കുക മാത്രമാണ് ആ പ്രക്രിയയിൽ ആവശ്യമായിട്ടുള്ളത്. അവന്റെ മശീഅത്തുള്ള ഒരു സംഗതി ഉണ്ടാവട്ടെ എന്ന് അവൻ പറയുന്നതോടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം അവനിൽ നിന്നുണ്ടാകുന്നതോടെ അവൻ അതിനെക്കുറിച്ച് സങ്കല്പിച്ച അല്ലെങ്കിൽ രൂപകൽപ്പന നടത്തിയ വിധത്തില് അതുണ്ടായി വരികയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ലളിതവും എളുപ്പവുമായ കാര്യമാണ് ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ള സകലതിനെയും സൃഷ്ടിക്കുക എന്നത്. അവനെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യമല്ല അത്. പരോക്ഷമായിട്ടിത് യഹൂദ ക്രൈസ്തവ സമൂഹങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനം കൂടിയായിട്ട് കാണാൻ കഴിയും. അവരുടെ വേദപുസ്തകങ്ങളിൽ അവരെഴുതി വച്ചിട്ടുള്ളത് 6 ദിവസം അല്ലെങ്കിൽ 6 ഘട്ടങ്ങളിലായി അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച് എന്നിട്ട് 7-ാം നാൾ അവൻ വിശ്രമിക്കുകയായി എന്നതാണ്. 7-ാമത്തെ ദിവസം അവൻ വിശ്രമത്തിനായിട്ട് മാറ്റിവെച്ച വിധത്തിലാണ് ബൈബിളില് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിൽക്കാലത്ത് അത് പലരും അതിനെ വിശ്രമിച്ചു എന്നതിനെ വിരമിച്ചു എന്ന വിധത്തിലൊക്കെ മാറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷെ ആധികാരികമായി അംഗീകരിക്കപ്പെടുന്ന കിങ് ജെയിംസ് വേർഷൻ ഓഫ് ദ ബൈബിളിൽ ഇപ്പോഴും 7-ാം നാൾ അവൻ വിശ്രമിച്ചു എന്ന് തന്നെയാണുള്ളത്. അറബിയില് ഉള്ള ബൈബിളിന്റെ വേർഷനിൽ ഫസ്തറാഹ ഫിൽ യൗമി സാബിർ എന്നാണുള്ളത്. 7-ാം നാൾ അവൻ വിശ്രമത്തിലായി എന്നാണുള്ളത്. അപ്പൊ 6 ദിവസം
ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനു വേണ്ടി വിനിയോഗിച്ച അള്ളാഹു ക്ഷീണിച്ച അവശനായി പോയി. 7-ാം നാള് അത് കാരണമായിട്ടുള്ള ക്ഷീണം തീർക്കാൻ വിശ്രമത്തിൽ ഏർപ്പെട്ടു എന്നതാണല്ലോ ബൈബിളിൽ സൂചിപ്പിക്കപ്പെടുന്നത്. ബൈബിളില് അതിന്റെ പുനരാഖ്യാനം നിർവഹിച്ച ഘട്ടത്തിൽ എത്രത്തോളം മനുഷ്യഭാവനയെ ആശ്രയിച്ചുകൊണ്ടാണ് അത് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിലേക്ക് കൃത്യമായൊരു സൂചന നൽകുന്ന ഒരു പ്രയോഗവും അല്ലെങ്കിൽ ഒരു വിവരണവുമാണത് എന്നത് കാണാൻ കഴിയും. യാഥാർത്ഥ്യം അതിൽ നിന്ന് വളരെ വിഭിന്നമാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് അള്ളാഹുവിനെ ഒരു നിലക്കും ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അള്ളാഹു അതിന്റെ കാരണത്താൽ ക്ഷീണിച്ചിട്ടുമില്ല എന്നത് തന്നെയാണ് അള്ളാഹു ഇവിടെ പ്രസ്താവിക്കുന്നത്. അള്ളാഹുവിന്റെ പേരിൽ അവർക്ക് തോന്നിയതൊക്കെയും ആരോപിക്കുന്ന അല്ലെങ്കിൽ എഴുതി വെക്കുന്ന ഒരു കാര്യമാണ് ബൈബിളിന്റെ ഇത്തരം ഭാഗങ്ങളിൽ കൈകടത്തിക്കൊണ്ട് അവർ ചെയ്തിട്ടുള്ളത് എന്നതും പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുകയാണ്. വലഖദ് ഖലഖന സ്സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. ഈ 6 നാളുകളിലാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്നത് ഈ നാളുകൾ എന്ന ആശയത്തെ, യൗമ എന്ന ആശയത്തെ നമ്മൾ മനസ്സിലാക്കിയ വിധത്തിലുള്ള നാളുകൾ, ദിവസങ്ങൾ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിനേക്കാൾ സാധ്യതയുള്ളത്, ശരിയായത് 6 സമയഘട്ടങ്ങൾ എന്ന നിലക്ക് മനസ്സിലാക്കുന്നതാണ്. ആ വിധത്തിലാണ് ഖുർആനിൽ യൗമ എന്ന പദം ആവർത്തിച്ച് ഉപയോഗിച്ച് കാണുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു നാൾ നിങ്ങൾ എണ്ണി കണക്കാക്കുന്ന 1000 വർഷങ്ങൾക്ക് തുല്യമാണ്, അല്ലെങ്കിൽ 50,000 വർഷങ്ങൾക്ക് തുല്യമാണ് എന്നൊക്കെ പറയുന്ന കാണാം. അതുപോലെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്ന ആയത്തുകളിൽ പലയിടങ്ങളിലും ചേർത്ത് വെക്കുമ്പോ 6 നാളുകളിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെങ്കിലും പിന്നെ അതിന്റെ വിശദാംശങ്ങൾ പറയുന്നിടത്ത് പിന്നെ 2 നാളുകളുടെ കാര്യം പറയുന്ന കാണാം. അപ്പോ അതും കൂടി അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ 8 നാളുകൾ എന്ന് മനസ്സിലാക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ അത് ഈ 6 നാളുകൾക്കിടയിലുള്ള സമയഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിലേക്ക് ഒരു വെളിച്ചം വീശുന്ന ഒരു കാര്യമാണത്. അപ്പോ സമയപരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം ആവുന്ന വിധത്തിലുള്ള ഒരു വിവരണമാണ്. മറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന പോലെയുള്ള ഭൂമിയിൽ അനുഭവപ്പെടുന്ന 24 മണിക്കൂർ എന്നൊരാശയമല്ല എന്നത് വളരെ വ്യക്തമാണ്. അത് സമയം ആപേക്ഷികമാണ് എന്നത് വേറെയും പല സൂചനകളിലൂടെ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. 309 വർഷങ്ങൾ ഗുഹയില് ഉറങ്ങിയ അസ്ഹാബുൽ കഹ്ഫ് ഉണർന്ന് പരസ്പരം സംസാരിക്കുന്ന ഘട്ടത്തില് ലബിസ്ന യൗമൻ ഔ ബഅദ യൗം എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു ദിവസം ഉറങ്ങിക്കാണും, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഒരു ഭാഗം ഉറങ്ങിക്കാണും എന്ന നിലക്കാണ് അവരുടെ ആ സമയത്തെ പരാമർശിച്ചുകൊണ്ട്, അവരുടെ സമയബോധത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അപ്പൊ അത് ഉറക്കത്തിന്റെ വിഷയമാണ് എങ്കിൽ പോലും 309 വർഷങ്ങൾ തുടർച്ചയായിട്ട് ഉറങ്ങിയ ഒരു കൂട്ടര് ഉണർന്നെണീറ്റിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം എന്ന ഒരു അനുഭവമാണ് പങ്കുവെക്കുന്നതെങ്കിൽ അത് കേവലം അവരുടെ അത് ബോധത്തില് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് പരിമിതപ്പെടുത്തുന്നതിനേക്കാൾ സമയത്തിന്റെ ആപേക്ഷികത ഓരോ അവസ്ഥയിൽ അനുഭവപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കാനാണ് അതിന് സാധ്യത വളരെ കൂടുതലുള്ളത്. വേറെയും ചില പരാമർശങ്ങളിൽ ഇപ്പോ ഒരു ഖറിയത്തിന് അരികിലൂടെ തകർന്നടിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ ഒരു നാട്ടിന്റെ പരിസരത്തൂടെ കടന്നു പോവുകയായിരുന്ന ഒരാള്, അയാളും അയാളുടെ ഒട്ടകവും അയാളുടെ കഴുതയുമായിട്ട് പോവുകയായിരുന്ന ആള് ഈ തകർന്നടിഞ്ഞ നശിച്ചുപോയ ഈ ചത്തുകിടക്കുന്ന ഭൂപ്രദേശത്തെ അള്ളാഹു എങ്ങനെയാണ്
വീണ്ടും ജീവനുള്ളതാക്കി മാറ്റുക എന്ന് അത്ഭുതപ്പെട്ട് ഒരു ചോദ്യം ഉന്നയിച്ചു. അയാൾ അള്ളാഹു 100 വർഷം അവിടെ ഉറക്കിക്കിടത്തുകയാണ്. ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം എന്നൊരു പരാമർശം ചിലയിടങ്ങളിലൊക്കെ കാണാം. അപ്പൊ എന്തായാലും ദീർഘകാലം അവിടെ മരിച്ച അവസ്ഥയിൽ ഉറങ്ങിക്കിടന്ന ആ വ്യക്തി പിന്നീട് അള്ളാഹു അയാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോ സമയത്തിന്റെ ആപേക്ഷികത അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ചില കാര്യങ്ങൾ അവിടെ പരാമർശിക്കുന്നത്, അയാളുടെ കഴുത ചത്ത് അസ്ഥികൂടം മാത്രമായി കിടക്കുകയാണ്. അതേ സമയത്ത് കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണം യാതൊരു വിധത്തിലുള്ള കേടുപാടും സംഭവിക്കാതെ അതിന്റെ ഫ്രഷ്നെസ്സോടുകൂടി അവിടെ ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ 100 വർഷം ഉറങ്ങിക്കിടന്നിട്ട് ഉണർന്ന് എണീറ്റിരിക്കുകയുമാണ്. അപ്പൊ ഒരേ സ്പോട്ടില് 3 സമയാനുഭവങ്ങളിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഭക്ഷണത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതാനും സെക്കൻഡുകളൊക്കെ കടന്നു പോയിട്ടേ ഉള്ളൂ. ആ കഴുതയെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ ആയുസ് കഴിഞ്ഞ് ചത്ത് ഒടുങ്ങി അസ്ഥികൂടം മാത്രമായി മാറിയിട്ടുണ്ടായിരുന്നു. അസ്ഥികൂടം ദ്രവിച്ചു തുടങ്ങിയിട്ടുള്ള ഒരവസ്ഥ. അതുപോലെ ഈ ഉറങ്ങിക്കിടന്ന ആള് അല്ലെങ്കിൽ മരിച്ചു കിടന്ന ആള് പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ഒരു 100 വർഷം തന്നെ പിന്നിട്ടിട്ടുണ്ടായിരുന്നു എന്നതും അതിനോട് ചേർത്ത് മനസ്സിലാക്കുക. അപ്പോ വളരെ ആപേക്ഷികമായിട്ടാണ് സമയം ഇവിടെ പ്രവർത്തനക്ഷമമാവുന്നത് എന്നത് അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ ഇവിടെ അള്ളാഹു 6 ഘട്ടങ്ങളിലായിട്ട് 6 നാളുകളിൽ എന്നത് 6 ഘട്ടങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതാണ് കൂടുതൽ അനുയോജ്യമായിരിക്കുക. അപ്പൊ 6 ഘട്ടങ്ങളിലായിട്ടാണ് 6 നാളുകളിലായിട്ടാണ് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ള സകലതിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് ക്ഷീണമൊന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ലാത്ത അള്ളാഹു, ലുഹൂബൊന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ലാത്ത അള്ളാഹു, അവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അള്ളാഹുവിന്റെ ദൂതനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് അങ്ങനെ പറയത്തക്ക വെല്ലുവിളിയൊന്നുമല്ല എന്നതാണ് ഇവിടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് ആ സൂചന കൂടുതൽ വ്യക്തതയുള്ളതാക്കിക്കൊണ്ട് തുടർന്ന് പറയുകയാണ്, ഫസ്ബിർ അലാ മാ യഖൂലൂൻ. അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ അവര് ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അത്തരം വിഷയങ്ങളുടെ പേരിൽ സഹനം അവലംബിക്കുക, ക്ഷമിച്ചേക്കുക, ക്ഷമയും സഹനവും കാണിക്കുക. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ. അപ്പൊ അവര് പറയുന്നതാണ് ഇവിടെ വിഷയം. അള്ളാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ചുകൊണ്ടിരുന്ന ആ പ്രബോധന ദൗത്യത്തിനോട് പ്രതികരിച്ചുകൊണ്ട് പുനരുത്ഥാനം എന്ന ആശയത്തെ നിഷേധിച്ചുകൊണ്ടൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ മുൻനിർത്തി ആ കാര്യങ്ങളുടെ അത്തരം വിഷയങ്ങളുടെ പേരിൽ സബ്ർ അവലംബിക്കുക എന്നാണ് അള്ളാഹു പ്രവാചകനോട് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ. അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവർ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ക്ഷമ അവലംബിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ലൽ ഗുറൂബ്. എങ്ങനെയാണ് ക്ഷമ സാധ്യമാവുക? അത്രയും പ്രതിസന്ധി നിറഞ്ഞ, അത്രയും ഏറെ തിരിച്ചടി അനുഭവിക്കേണ്ടി വരുന്ന, വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള പ്രതികരണം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥയിൽ അള്ളാഹുവിന്റെ പ്രവാചകന് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും എന്നതാണ് ഒരു ചോദ്യം. അതിനുള്ള ഒരു എളുപ്പ വഴി അള്ളാഹു തുറന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്ത്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ക്ഷമ അവലംബിക്കുക, സഹനം കൈക്കൊള്ളുക. എന്നിട്ട് പറയാണ്, വസബ്ബിഹ്, പ്രവാചകരെ താങ്കള് തസ്ബീഹ് ചെയ്യുക, ബിഹംദി റബ്ബിക, നിന്റെ നാഥനുള്ള സ്തുതികീർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക. അത് ചെയ്താൽ മതി.
അപ്പോ സഹനം അവലംബിക്കാൻ സാധിക്കും. സഹനം വേണ്ടി വരുന്ന വളരെയേറെ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന വിഷയങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്താനും അത് നമ്മെ യാതൊരു നിലക്കും ദ്രോഹിക്കാതിരിക്കാനും ഒക്കെയുള്ള എളുപ്പവഴി വസബ്ബിഹ് ബിഹംദി റബ്ബിക എന്നതാണ്. തസ്ബീഹ് ചെയ്യാനും തഹ്മീദ് ചെയ്യാനുമാണ് ഇവിടെ അള്ളാഹു നിർദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. വിശുദ്ധ ഖുർആനിൽ ഈ തസ്ബീഹും തഹ്മീദും അതുപോലെ റുക്കൂഉം സുജൂദും ഇതൊക്കെ തന്നെ നമസ്കാരത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളായിട്ട് മനസ്സിലാക്കാൻ വലിയ സാധ്യതയുണ്ട്. തസ്ബീഹും തഹ്മീദും ഒക്കെ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അതുപോലെ സുബ്ഹാനല്ലാഹിൽ അലീം, അതുപോലെയുള്ള ദിക്റുകൾ, അതുപോലെ ഹംദ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ദിക്റുകൾ, ഇതൊക്കെ നമസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിർവഹിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. സുജൂദിലും റുക്കൂഇലും അതുപോലെ തിലാവത്തുൽ ഖുർആനിന്റെ ഭാഗമായിട്ടും ഒക്കെ തന്നെ ഇത് വരുന്നുണ്ട്. നമസ്കാരത്തിനെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു രീതി ഖുർആനിൽ ഉടനീളം അവലംബിച്ചിട്ടുള്ളത് നമസ്കാരത്തിന്റെ ചില ഭാഗങ്ങളെ, ചില ഭാഗങ്ങളെ സൂചിപ്പിക്കുക എന്നതാണ്. അതിന് ഒരു ആലങ്കാരിക ഭാഷ എന്ന ഇനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു 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 ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. അതിന് സിനെക്ഡക്കി എന്നാണ് പറയുക. സിനെക്ഡക്കി, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് അതിന് പേര് വിളിക്കുക. അതായത് ഒരു സംഗതിയുടെ, ഒരു ആശയത്തിന്റെ ഒരു ഭാഗം എടുത്തു പറയുക, സിംഗിൾ ഔട്ട് ചെയ്യുക. അത് ഉദ്ദേശിക്കുന്നത് അത് മുഴുവനുമായിട്ടാണ്. ഇപ്പോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള ഒരു പദം ഉപയോഗിക്കുക. ഒരു ലെറ്റ് ദ ചെയർ ഡിസൈഡ് എന്ന് പറയുമ്പോൾ അധ്യക്ഷൻ തീരുമാനിക്കട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെയർമാൻ എന്നതിന് പകരം ചെയർ എന്ന് മാത്രം ഉപയോഗിക്കും. അത് ഒരു അസോസിയേഷണൽ ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇവിടെ തസ്ബീഹും തഹ്മീദും ഒക്കെ നമസ്കാരത്തിൽ ഉൾച്ചേർന്ന് കിടക്കുന്ന അതിന്റെ എലിമെന്റ്സ് ആണ്. അതിലേതെങ്കിലും ഒന്ന് പരാമർശിച്ചുകൊണ്ട് പറയുന്നത് നമസ്കാരത്തെ മുഴുവനായിട്ടും സൂചിപ്പിക്കുന്ന വിധത്തിലായി മനസ്സിലാക്കാൻ വലിയ സാധ്യത കൂടുതലായിട്ടുണ്ട്. അത് സമയ പരാമർശമാണ് ആ സൂചന നമുക്ക് അത് വ്യക്തമാക്കി തരുന്നത്. ഇവിടെ തസ്ബീഹും തഹ്മീദും നിർവഹിക്കാൻ വേണ്ടി പറയുന്ന ഖബ്ല തുലൂഇ ശംസി വ ഖബ്ലൽ ഖുറൂബ് എന്നാണ്. സൂര്യോദയത്തിന്റെ മുമ്പായിട്ടും അതുപോലെ സൂര്യാസ്തമയത്തിന്റെ മുമ്പായിട്ടും തസ്ബീഹും തഹ്മീദും നിർവഹിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഈ വാക്കുകൾ നൽകുന്ന സാരം. ഉദ്ദേശിക്കപ്പെടുന്നത് ഒട്ടുമിക്ക മുഫസ്സിറുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇത് തുലൂഇ ശംസിന് മുമ്പുള്ള നമസ്കാരത്തെ, സൂര്യോദയത്തിന് മുമ്പുള്ള നമസ്കാരത്തെയും സൂര്യാസ്തമയത്തിന് മുമ്പുള്ള നമസ്കാരത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ്. തുലൂഇ ശംസിന്റെ മുമ്പുള്ള നമസ്കാരം എന്ന് പറയുന്നത് ഫജ്റും, ഇവിടെ ഖുറൂബു ശംസിന് മുമ്പുള്ള നമസ്കാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ളുഹുറും അസ്റുമാണ് എന്നാണ് ഇത് വിശദീകരിക്കപ്പെടുന്നത്. അതുപോലെ ഖബ്ലൽ ഖുറൂബ് എന്ന് പറഞ്ഞിട്ട് വമിനൽ ലൈലി, രാത്രി നേരവും ഫസബ്ബിഹുഹു, അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക, അവന്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. അദ്ബാറ സുജൂദ്, അതുപോലെ സുജൂദിന്റെ പുറകിലായിട്ടും സുജൂദിന് ശേഷമായിട്ടും എന്നും ആണ് അല്ലാഹു ഇവിടെ പറയുന്നത്. അപ്പോ സാധാരണ സുജൂദ് നമസ്കാരത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുമ്പോൾ സുജൂദിന് ശേഷം എന്ന് പറയുന്നത് നമസ്കാര ശേഷമുള്ള അദ്കാറുകളെയാണ് സൂചിപ്പിക്കുന്നത് എന്നും, അതുപോലെ നമസ്കാര ശേഷം ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കാവുന്നതാണ്. ആ നിലക്കാണ് ഈ പരാമർശങ്ങൾ വിശദീകരിക്കപ്പെടുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു
നൽകുന്ന ഒരു നിർദ്ദേശമാണ് ഇതിലുള്ളത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്, അവയ്ക്കിടയിലുള്ളതിന്റെയും സൃഷ്ടിപ്പ് 6 നാളുകൾ കൊണ്ട് നിർവഹിച്ച അള്ളാഹു അതിന്റെ പേരിൽ യാതൊരു ക്ഷീണവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത്, ഈ ആളുകള് തങ്ങളെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പാരത്രിക ജീവിതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അവയെ അവഗണിക്കുക, അവയുടെ കാര്യത്തിൽ, ആ സംസാരത്തിന്റെ കാര്യത്തിൽ സഹനം അവലംബിക്കുക, ക്ഷമിക്കുക. അങ്ങനെ ക്ഷമ കൈക്കൊള്ളാൻ, കാര്യങ്ങള് എളുപ്പമായ വിധത്തിൽ നിർവഹിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് തുടർന്ന് വ്യക്തമാക്കുന്നത്. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ലൽ ഗുറൂബ്. അല്ലാഹുവുമായുള്ള ബന്ധം വളരെ ഊഷ്മളമായതാക്കി മാറ്റുക എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അങ്ങനെയായാൽ ഇതൊക്കെ ക്ഷമിക്കാൻ സാധിക്കും, ഇതിലൊക്കെ സഹനം അവലംബിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ആളുകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ നമ്മളെ വല്ലാത്ത ക്രോധമുള്ളവരാക്കിയും നമ്മളിൽ വെറുപ്പും വിദ്വേഷവും ആളിക്കത്തിക്കുന്ന വിധത്തില് അത് സ്വാധീനിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ആവാതെ നമ്മളെ സ്വയം നഷ്ടപ്പെടുത്താത്ത വിധത്തില് സഹനം അവലംബിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുക. സൂര്യോദയത്തിന്റെ മുമ്പും സൂര്യാസ്തമയത്തിന്റെ മുമ്പുമായി അള്ളാഹുവിന് തസ്ബീഹും തഹ്മീദും നിർവഹിച്ചുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, അതുപോലെ അൽഹംദുലില്ലാ എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് തസ്ബീഹും തഹ്മീദും എന്ന് പറഞ്ഞാൽ നമസ്കാരം തന്നെ. നമസ്കാരത്തിൽ മുഖ്യമായ സംഗതി അതാണല്ലോ. അപ്പോ നമസ്കാരം നിർവഹിക്കുക സൂര്യന്റെ ഉദയത്തിന് മുമ്പായിട്ട്, അതുപോലെ അസ്തമയത്തിന് മുമ്പായിട്ട്. വമിനൽ ലൈലി, രാത്രി നേരത്തും ഫസബ്ബിഹുഹു, അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന വിധത്തിലുള്ള നമസ്കാരം നിർവഹിക്കുന്നതിൽ വ്യാപൃതനാവുക. വ അദ്ബാറ സുജൂദ്, സുജൂദുകൾക്ക് പുറകിലായിട്ടും എന്ന് പറഞ്ഞാൽ ഫർള് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏർപ്പെടുക. അപ്പോ ഇങ്ങനെ സഹനം അവലംബിക്കാനുള്ള കരുത്ത്, മനസ്സിനെ ശക്തി അത് നേടിത്തരും. ഇതാണ് നൽകപ്പെടുന്ന സൂചന. അദ്ബാറ സുജൂദ് എന്നത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള അദ്കാറുകളുമാവാം. തസ്ബീഹും തഹ്മീദും ഒക്കെ ചെയ്തുകൊണ്ട് നമസ്കാരത്തിനെ തുടർന്ന് കുറച്ചു നേരം അവിടെ തന്നെ നമസ്കാരത്തിന്റെ ഇടത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു കാര്യം സൂചിപ്പിക്കപ്പെടുന്നതായിട്ടും മനസ്സിലാക്കാം. അത് അങ്ങനെ അല്ലെങ്കിൽ ഈ സമയം പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് തസ്ബീഹും തഹ്മീദും ഒക്കെ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആനിൽ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി തന്നെ ആവശ്യപ്പെടുന്നതായിട്ടാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. തസ്ബീഹിനും തഹ്മീദിനും അങ്ങനെ പ്രത്യേകിച്ചുള്ള സമയമൊന്നുമില്ല, എപ്പോഴും ചെയ്യാം. പക്ഷെ സമയം നിർണയിച്ചുകൊണ്ട് തസ്ബീഹും തഹ്മീദും ചെയ്യുന്നതിന്റെ നമുക്ക് മാതൃകയായി കാണിക്കപ്പെട്ടിട്ടുള്ള രൂപം വിവിധ സമയങ്ങളിലെ നമസ്കാരമാണ്. അങ്ങനെ നമസ്കാരത്തിലും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിലും അവനുള്ള സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നതിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നതാണ് സഹനം അവലംബിക്കാൻ നമ്മളെ ഏറെ സഹായിക്കുന്ന ഒരു കാര്യം എന്ന സംഗതി ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ 38 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കല് ദരിദ്രരായ ചില ആളുകള് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞ ഒരു സംഭവം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. സമ്പന്നരായ ആളുകൾ എല്ലാ ബറക്കാത്തുകൾക്കുള്ള അവസരവും കൊണ്ടുപോയി, ഞങ്ങൾക്കൊന്നും ബാക്കിയാവുന്നില്ല, അവർക്ക്
ഞങ്ങൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ കൂടാതെ ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യാനും കഴിയുന്നു, ഞങ്ങൾക്ക് അതിനൊന്നും പറ്റുന്നില്ല എന്ന് സങ്കടം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ നിർദ്ദേശം, നിങ്ങള് തസ്ബീഹും അതുപോലെ തഹ്മീദും ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുക, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നതാണ്. കുറച്ചു കഴിഞ്ഞ് അവര് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സങ്കടം പറഞ്ഞുകൊണ്ട് വരികയാണ്. ഈ അദ്കാറുകളും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്റുകളൊക്കെ സമ്പന്നരായ ആളുകളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അവരെ പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ചുകൊണ്ടുള്ള ബർക്കത്ത് ലഭിക്കാൻ അവസരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവരുടെ സങ്കടം. അപ്പൊ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ എന്ന്. അത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്, അവനിച്ഛിക്കുന്നവർക്ക് അത് നൽകുന്നു എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞതായിട്ട് കാണാം. മറ്റൊരു സംഭവത്തില് രണ്ട് ദിക്റുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി വസുബ്ഹാനല്ലാഹിൽ അസീം എന്ന അദ്കാറുകൾ പറഞ്ഞു കൊടുത്തിട്ട് അത് തുലാസിൽ വളരെ ഘനമേറിയ രണ്ട് ദിക്റുകളാണ് എന്നുകൂടി പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് ഒരു സംഭവം ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് ശേഷം ആവർത്തിച്ച് നിർവഹിക്കാറുണ്ടായിരുന്ന ഒരു ദിക്ർ, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് എന്നതും ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ തന്നെ അള്ളാഹുമായുള്ള ആ ബന്ധം അത് വളരെ ശക്തമായതും ഊഷ്മളമായതും അതുപോലെ തടസ്സമില്ലാത്തതുമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. നമസ്കാരമൊക്കെ അതിനു വേണ്ടിയുള്ളതാണ്. അള്ളാഹുവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ ലൈവ്ലി ആൻഡ് മീനിങ് ഫുൾ ആക്കി മാറ്റുക എന്നതാണ് സകല വ്യസനങ്ങളെയും കൈവെടിയാനുള്ള, സകല വ്യസനങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗം. അള്ളാഹുവുമായി നമ്മുടെ ബന്ധം വളരെ ശക്തമായതാക്കി മാറ്റും. അങ്ങനെ മാറ്റുന്നതിന് അള്ളാഹുവിനുള്ള തഹ്മീദും തസ്ബീഹും ഒക്കെയാണ് ഏറ്റവും ഫലം ചെയ്യുക. അതുകൊണ്ട് നമസ്കാരം നിർവഹിക്കുക, അതല്ലാത്ത സമയങ്ങളിൽ നമ്മുടെ നാവിൻ തുമ്പിലും ചുണ്ടുകളിലുമായിട്ട് ഈ അദ്കാറുകൾ എപ്പോഴും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. ഇത് ഉരുവിടുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രധാനമാണ് ഈ ദിക്റുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മയുള്ളവരാവുക എന്നത്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ, അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിന്റെ ആശയം നമ്മുടെ മനസ്സിൽ ശക്തമായ രൂപത്തിൽ തന്നെ ഉണ്ടെങ്കിലാണ് അത് കൂടുതൽ ഫലപ്രദമാവുക. കേവലം അധരങ്ങൾ കൊണ്ട് ഉരുവിടുന്ന കാര്യങ്ങളാക്കി അതിനെ പരിമിതപ്പെടുത്താതിരിക്കുക എന്നതാണ് ആ ഒരു അനുഭവത്തെ ചൈതന്യവത്താക്കാൻ ഉപകരിക്കുന്ന കാര്യം. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.